ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നു. അമ്മ ആക്ച്വലി കുറെ ദിവസമായി പറയുന്നു എയർ ഫ്രയർ വേണം എന്നുള്ളത്. അപ്പോ നമ്മൾ വിചാരിച്ചു എയർ ഫ്രയർ അമ്മക്ക് വാങ്ങി കൊടുക്കാന്നുള്ളത്. നാട്ടിലെ പഞ്ഞ് നമ്മൾ ആരും വീട്ടിലെ പഞ്ഞ് അറിയിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് അമ്മക്ക് എയർ ഫ്രയർ വാങ്ങി കൊടുക്കാം. നമ്മള് സർപ്രൈസ് എന്ന് പറയുമ്പോ ലൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ രാത്രി. ഞങ്ങള് അച്ഛന് സർപ്രൈസ് കൊടുത്തു, അമ്മക്ക് സർപ്രൈസ്. കാരണം അമ്മക്ക് അറിയില്ല ഇപ്പോഴും നമ്മള് അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്ത കാര്യം. അല്ല നമ്മള് വിചാരിച്ചു രണ്ടാളൊന്ന് മാറി മാറി ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാം. വേറൊന്നും കൊണ്ടല്ല, അമ്മ സർപ്രൈസ് കൊടുത്തു ഞാൻ അച്ഛന് കൊടുത്തില്ലെങ്കിൽ അച്ഛന് വിഷമം. പക്ഷെ കാണിക്കില്ല, അത് ഇപ്പൊ നമ്മളെ ഞാൻ ബർത്ത്ഡേക്ക് പോകുന്ന അച്ഛന് മുണ്ട് മേടിച്ചത് അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്തിനാ എനിക്ക് ഇത്. പിന്നെ നമ്മള് ഫോൺ കൊണ്ട് കൊടുത്തപ്പോ അച്ഛൻ ചിറ്റിങ്ങൊക്കെ പ്രാന്താന്ന് പണിയൊന്നുമില്ലേ ഫോൺ കൊണ്ട് തരാന്നൊക്കെ. അച്ഛനൊന്നും ഉറങ്ങില്ല. പക്ഷെ ഇന്ന് വെറുതെ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് മിക്കവാറും നല്ല ചീത്തയേക്കും. അതും അമ്മ കൊറേ ആയിട്ട് പറഞ്ഞിട്ട് അച്ഛനത് മേടിച്ചു കൊടുക്കാണ്ട് വെച്ച സാധനമാണ്. ഇതിപ്പോ ഞാൻ മേടിച്ചു കൊടുക്കുമ്പോ ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും. പക്ഷെ അമ്മ കൊറേ ദിവസമായത് പറയും, കൊറേ മാസം ഞാൻ കൊറേ ഷോപ്പിൽ നോക്കി. എന്നാലും ഇപ്പോഴാണ് അതിനൊരു നമുക്ക് മേടിച്ചു കൊടുക്കാം. പോവാം ഗൈസ്. അപ്പൊ നമുക്ക് പോയിട്ട് എയർ ഫ്രയർ വാങ്ങാം. So guys, let's go and get Amma the dry fry എന്നൊക്കെ എയർ ഫ്രയർ. നമുക്ക് ഇന്നൊരു അനുഭവം ഉണ്ടായി. നമ്മള് ഷോപ്പിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്. മറ്റേ ഞാൻ പറഞ്ഞതാ, പുതിയ ബസ് സ്റ്റാൻഡില് പിന്നെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് ചിലപ്പം അനുഭവസ്ഥരുണ്ടാവാം മേ ബി. നമ്മള് അച്ഛന്റെ പിന്നെ ഫോണ് വാങ്ങിയിട്ട് അത് റാപ്പ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ആരോ റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത് പൊട്ടിച്ച സാധനം. അതായത് ഇപ്പം എലിയെല്ലാം കരണ്ട പോലത്തെ ഒരു ഗിഫ്റ്റ് പേപ്പർ തിന്നും. അപ്പൊ അങ്ങനെ ഒരു സാധനം ഒരു കവറും വെച്ചിട്ട് പിന്നെ അവിടെ ഒരു തള്ളച്ചി നിന്നിട്ട് പറഞ്ഞു പിന്നെ ആ കവറിന് നമ്മൾ 20 രൂപ കൊടുക്കണം. ഒരു കുഞ്ഞു പേപ്പറാണ്. ഓക്കെ, നമ്മൾ 20 രൂപ കൊടുക്കാൻ റെഡിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ചേച്ചി ഇതൊന്ന് മാറ്റിയിട്ട് വേറെ കവർ അവിടെ ഉണ്ട് പുതിയത് നല്ലത്. അപ്പം ചേച്ചി പറഞ്ഞു ഇവിടെ ഈ ഭാഗങ്ങളിൽ, അതായത് പുതിയ ബസ് സ്റ്റാൻഡ് എവിടെയും ഇതുപോലെയുള്ള ഗിഫ്റ്റ് കവറുകളെ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ നിമേഷ് പറഞ്ഞു എന്നാ ശരി നമ്മൾ നോക്കട്ടെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത്. കാരണം എവിടെയും കിട്ടില്ലെങ്കിൽ പിന്നെ ഓക്കെ, എല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചു. നമ്മൾ തൊട്ടിപ്പുറത്തുള്ള നമ്മൾ ആദ്യമേ ആ ഷോപ്പിലാണ് പോവാൻ നിന്നത്. അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായത് കൊണ്ടും ഞങ്ങൾക്ക് പോവാൻ തിരക്കുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ആ ഒരു ഷോപ്പിൽ കയറിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിമ്മേശി പിന്നെ എന്നാ ഓക്കെ നമുക്ക് അപ്പുറത്തെ ഷോപ്പിൽ ഫസ്റ്റ് നമ്മൾ പോവാൻ വിചാരിച്ച ഷോപ്പിൽ പോവാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ പോയപ്പോ ആ ചേട്ടനെ ഇത് നമുക്ക് പറയണം. അതെ, അവര് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങില് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഫാൻസിലുള്ള ചേട്ടനാണ്. അയ്യോ നിങ്ങൾ അടിപൊളിയാണ്. എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് നമ്മൾ പറയുന്നില്ല അല്ലെ, അടിപൊളിയാണ് നിങ്ങൾ. അത്രയും നല്ല ഇതില് പിന്നെ നമുക്കത് റാപ്പ് ചെയ്ത് എന്താ പറയാ, നമ്മള് ഗിഫ്റ്റ് വാങ്ങിയിട്ട് നമ്മളെ അച്ഛന് കൊടുക്കാൻ വെച്ച സാധനം. പക്ഷെ പുള്ളിക്ക് അത് സന്തോഷം. അതെ 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 ആ ഒരു സാധനം കാണുമ്പോ ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്നുള്ളൊരു സന്തോഷം ആൾക്കുണ്ടായത്. അത് പിന്നെ ആ വ്യക്തിക്ക് വളരെ നല്ല സ്വഭാവമായതുകൊണ്ടാണ് അങ്ങനെ. അല്ലാത്ത പക്ഷം അവർക്ക് മറ്റേ പെണ്ണുങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ആ ഒരു ഫേസ് വെച്ചിട്ട് ഇവർക്ക് ആ ഇത് റാപ്പ് ചെയ്ത് തരാം. വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് അവരത് റാപ്പ് ചെയ്ത് തന്നത്. അതിന്റെ കൂടുതൽ ആ ഒരു എന്താ പറയുക ടൈ ചെയ്യുന്ന ഒരു സാധനം ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ആകെ ആയത് എത്രയാണ്? 15 രൂപയാണ്. ആ ഷോപ്പിൽ നമ്മള് ആ വ്യക്തിക്ക് നമ്മൾ 20 അല്ല 100 കൊടുത്താലും സന്തോഷമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ എടുത്തു വെച്ചു. ഇവര് റാപ്പ് ചെയ്യുന്നൊക്കെ വീഡിയോയിൽ കാണും. റാപ്പ് ചെയ്ത് വെച്ചു. അത് നമ്മൾ നേരെ പോയി ആ ചേച്ചീന്റെ അടുത്ത് പിന്നെ പറഞ്ഞു, ചേച്ചി സാധനം റാപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെ മര്യാദക്കാണ് പറഞ്ഞ ചേച്ചി സാധനം റാപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പാലയിൽ എപ്പോഴും സ്റ്റാർട്ടിങ് വളരെ മൈൽഡ് ആയിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ ഇത് കണ്ടപ്പോ തള്ളച്ചി വിചാരിച്ചു ഞങ്ങൾ ഭയങ്കര പാവങ്ങളാണ് രണ്ടാൾക്കാരും. ഇവരെന്ത് പറഞ്ഞു, അതെ വളരെ ഡീസന്റ് ആയിട്ട് പോയി. അപ്പം ഇവര് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇതന്നെ കിട്ടുള്ളൂ, പിന്നെ എന്റെ ഷോപ്പിലുള്ളതല്ല എനിക്ക് തരാൻ വേണ്ടി പറ്റൂ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങുക, അല്ലെങ്കിൽ മിണ്ടാണ്ട് പോവാന്ന്.
അല്ല അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് വേറെ കവറുണ്ട്. അപ്പൊ പറഞ്ഞു അതിനൊന്ന് നോക്കൂ, അതൊക്കെ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. ഈ തള്ളച്ച് കിടന്നിരുന്ന് ചെലച്ചു. ചിലച്ചപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മളോട് മിണ്ടാണ്ട് വീട്ടിലിരിക്കാൻ പറയാൻ ഈ തള്ളച്ചിയല്ലല്ലോ നമുക്ക് ചെലവിന് തരുന്നത്. നീ ഇത് കാണുന്നുണ്ടാവും നിനക്കറിയാം. കാരണം നിന്റെ ഇപ്പുറത്ത് നിന്നിട്ടുള്ളത് അതിന്റെ മുതലാളിയാണോ അല്ല എന്താണെന്ന് അറിയില്ല. അയാൾ എന്തായാലും നമ്മളെ വീഡിയോ വാച്ച് ചെയ്യും, ഈ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ നന്നായിട്ട് റൂഡായിട്ട് നല്ല പോലെ ഇത്രയും മര്യാദക്കാണ് ഞാൻ സൗണ്ട് മീൻസ് അവർക്ക് അതൊരു മോശമാവണത് വളരെ മൈൽഡായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി അത്രയും സംസാരിച്ചപ്പോ ഞങ്ങൾ നല്ല സൗണ്ട് തീർച്ചയായിട്ടും ഞാൻ സത്യം പറഞ്ഞ സൗണ്ട് കൂട്ടിയത് തന്നെയാണ്. കാരണം അപ്പുറത്ത് ഇപ്പുറത്തുള്ളവരെല്ലാം അറിയണം. കാരണം നമുക്കും ഞങ്ങളും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്, നമുക്കും അറിയാം കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് എന്നുള്ളത്. അത് നമ്മൾ ആദ്യമേ അങ്ങോട്ട് റൂഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ ചേച്ചി തിരിച്ചു റൂഡാവുന്നതിൽ അർത്ഥമുണ്ട്. ഇത് നമ്മൾ ഒന്നും ചെയ്യാണ്ട് വന്നിരുന്നിട്ട് നമ്മുടെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറയാ നീ ഏതാ, അത് നമ്മൾ മുഖത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. വീഡിയോയില് മാത്രമല്ല കേട്ടോ, ഇനി കമന്റ് അടിച്ച് വരണ്ട, എന്നാ പിന്നെ അതൊക്കെ ആ പെണ്ണുങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞെന്ന് വെച്ചാല് ഇപ്പൊ ഇവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ പറഞ്ഞ ഏട്ടന്റെ ഷോപ്പും അതിന്റെ അപ്പുറത്തുള്ള ഷോപ്പ് ഏതാണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, കസ്റ്റമർ ഡീലിംഗ് അറിയാത്തവരും നിങ്ങൾ ഷോപ്പിൽ വെക്കരുത്. ആ വ്യക്തിയുടെ ഷോപ്പ് അല്ലെങ്കിൽ അതിന് ഒറിജിനൽ ഏതെങ്കിലും മുതലാളി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാനാണ് പറയുന്നത്. നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു കസ്റ്റമേഴ്സും വരില്ല. പക്ഷെ പിന്നെ അതേപോലെ വേറൊരു കാര്യം, നമ്മൾ ഇന്ന് അച്ഛന് ഫോൺ എടുക്കാൻ പറ്റും, നമ്മളതിന് സ്ക്രീൻ കാർഡ് ഇടാൻ പോയിട്ട് ആ ഷോപ്പിലത്തെ ഏട്ടൻ ഒരു കസ്റ്റമർ സത്യം നമ്മളെ അച്ഛടെ പല്ല് പൊട്ടിക്കട്ടി അതുപോലത്തെ വർത്താനം. അതാണ് കസ്റ്റമർ ഡീലിംഗ്. അല്ലാണ്ട് പിന്നെ ഇനിയിപ്പോ ആ ഷോപ്പ് ഈ പെണ്ണുങ്ങളതാണോന്ന് എനിക്കറിയില്ല. ഇനി ആ ഷോപ്പിന് വേറെ ഓണർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് അവരെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കൂടും. അത് കഴിഞ്ഞ് പിന്നെ ആ അമ്മച്ചിന്റെ വായി അടഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നിങ്ങളതാ ഒന്നും വേണ്ടിയില്ല. എന്റെ പൊന്നേച്ചി, നിങ്ങൾ ഇത് കാണുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ വായുടെ നാവ് എല്ലാവർക്കും ഉണ്ട്. മര്യാദ കാണുന്നുണ്ടെങ്കിൽ എല്ലാരും മര്യാദക്കാണ്. അല്ലാത്ത പക്ഷം നമുക്ക് നിങ്ങളെ വായിന്ന് കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ അല്ല എണ്ണിത്തരുന്ന ചക്കച്ചോളയും അല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ്. ആരും പറ്റിച്ചുണ്ടാക്കിയ പൈസയും അല്ല, അല്ലെങ്കിൽ ആരും ഫ്രീ ആയിട്ട്. എന്റെ അറിവിലും കുറെ ആൾക്കാരെന്ന് പറയും ഇപ്പൊ ഒരു ഫുഡ് കഴിച്ചിട്ട് നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയാൻ പേടിയുള്ള ആൾക്കാർ. എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ കുറെ പേരാണ്, ഞാൻ ഒരു ഫുഡ് കഴിച്ചാൽ നല്ല അവരോട് പറയും നല്ലില്ല, അത് കാരണം നമ്മള് പൈസയാ കൊടുക്കുന്നേ. അതിന് അവര് അയ്യോ അത് അവരെന്ത് അവർക്ക് അറിയണം. കാരണം ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർ നന്നാക്കാൻ ചിലപ്പോ നമ്മൾ പറഞ്ഞായിരിക്കും അവർ ചിലപ്പോ മാറ്റുന്നത്. അപ്പൊ ഈ ഫാൻസിന്റെ മുതലാളിയോടാണ്, എത്ര പെട്ടെന്ന് മാറ്റുന്നോ അത്ര കണ്ട് കച്ചവടം നിങ്ങൾക്ക് കൂട്ടാം. അതെ, മനസ്സിലായില്ലേ? കാരണം എന്താ പറയാ, നമ്മള് പോയ സമയത്ത് ഒരു ചേച്ചി അതിനുള്ളിൽ കേറാൻ പെണ്ണുങ്ങളെ പൊന്നെ ഇടുന്ന് വേണ്ട പ്രാണനും കൊണ്ട് ഓടി. അല്ല അതാരാണെന്ന് അറിയില്ല. അവിടെ വേറൊരു ചെങ്ങായി ഉണ്ടായിരുന്നു, അതിന് മുതലാളിയാണെന്ന് അറിയില്ല. ഈ ചെങ്ങായി എങ്ങനെ അറിയോ, ചത്ത ഓല കിടക്കാൻ. ഞാൻ ചോദിച്ചു നിങ്ങളെന്നാട്ടാ ഉണ്ടാണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊരു അഭിപ്രായം ഇല്ല? അത് മുഖത്ത് നോക്കാണ്ട് അവിടെ കാരണം സ്ഥിരമായിരിക്കും ആടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സ്ഥിരം. അല്ലാത്ത പക്ഷെ ആ ചങ്ങായി ഇടപെടുമായിരുന്നു. അത് സത്യം എന്നറിയോ, അപ്പുറത്ത് നമ്മൾ രണ്ടാമത് പോയ ഏട്ടന്റെ അടുത്ത് ആൾക്കാർ തിരക്കേണ്ടിട്ട് ഞാൻ പറഞ്ഞു അത് ആടെ ഒറ്റ വെറുതെ വെക്കുന്നുണ്ട്, നമുക്ക് ആ ഷോപ്പിൽ തന്നെ കേറാന്ന് പറഞ്ഞാ കേറിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. നമ്മൾ ഫസ്റ്റ് ഇത് മേടിക്കാൻ പോണെന്ന് വിചാരിച്ചേ, പിന്നെ നമ്മള് പ്ലാനിങ്ങിലില്ലാണ്ട് അമ്മക്ക് മാത്രം സർപ്രൈസ് കൊടുത്താൽ പണി പാളും. അങ്ങനെ ഞങ്ങൾ കുത്തിയിരുന്ന് പ്ലാൻ ചെയ്ത് പോയി അമ്മേനെ കൂട്ടിട്ട് വന്നു. എന്തിന്? അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അമ്മക്ക് സങ്കടമായി. അപ്പൊ ഇത് കൊണ്ട് കൊടുക്കുമ്പോ സന്തോഷമായിട്ട് അമ്മ എക്സ്പെക്ട് ചെയ്യില്ല, എന്തായാലും ചെയ്യില്ല. കാരണം അച്ഛൻ വേണ്ട അത് ഒന്നത് വേണ്ട വെച്ചാല് നമുക്ക് അവിടെ കണ്ടിട്ടാകുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി അത്രേ ഉള്ളൂ. അപ്പൊ എന്നോടും കൊറേ വട്ടം പറഞ്ഞു, ഞാനും അത് മേടിച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ അന്നേരം നമുക്ക് പറ്റിയിട്ടില്ല. അന്നേരം നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇവളിപ്പോ അച്ഛന് ഫോൺ മേടിച്ചു ഞാൻ പിന്നെ സങ്കടം ആവണ്ട, വന്നിപ്പോ ഡ്രസ് എന്നാ പിന്നെ അത് മേടിച്ചു കൊടുക്കാം. ഫോൺ വേണ്ട, ഞങ്ങൾക്ക് ഫോൺ വേണ്ട, ഞങ്ങൾക്ക് ഫോൺ വേണം, ഐഫോൺ വേണ്ട പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും നെക്സ്റ്റ് വേണ്ട പറയണ്ട, സർപ്രൈസ് ആട്ടെ അല്ല പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് അല്ല അമ്മ എപ്പോ ഇനി
വർക്കെല്ലാം കിട്ടിയിട്ട് കുറച്ച് സെറ്റ് ആയി കഴിഞ്ഞിട്ട് അത് പറയണ്ട, ദൈവം സഹായിച്ചിട്ട് നമുക്ക് പറ്റിയാല് നമ്മൾ വാങ്ങിക്കൊടുക്കും. അതെ, പക്ഷെ ഇന്ന കൊല്ലൊന്നുമില്ല, അല്ല എപ്പോഴെങ്കിലും ഇൻഷാ അല്ലാഹ്. 6 മാസം സമയമുണ്ടല്ലോ, വാലിഡിറ്റി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നോക്കാം. നമ്മള് എന്താ പറയാ, ആരെയും പറ്റിച്ചിട്ടുമില്ല, പിന്നെ കളനാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ ഇത് എന്തൊരു ചലചലല്ല പിന്നെ നമ്മളെന്താ നമുക്ക് വേഗം ഷോപ്പിലേക്ക് എയർ ഫ്രയർ നോക്കിയിട്ട് എടുത്തിട്ട് അത് ഗിഫ്റ്റ് ഇപ്പൊ ഈ രാത്രി ഇവിടുന്ന് റാപ്പ് ചെയ്ത് തരും. ചോദിച്ചു നോക്കാം അല്ലെ, കൊടുക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കാം. കാരണം ഇവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങി, നമുക്ക് അങ്ങോട്ട് നോക്കി വെക്കാം. അതെ, നമുക്ക് പോയിട്ട് അവിടെ നിന്ന് അന്വേഷിക്കാം. കയ്യിലെ ഓഫീസ് പൂട്ടി ഞങ്ങൾ പോകുന്നു. നമ്മൾ സ്റ്റെപ്പ് കയറി പോവുകയാണ് മുകളിൽ എയർ ഫ്രയർ നോക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി അടി ഉണ്ടാവില്ല. മണി 7:22 ഗൈസ്. ഇത് കണ്ണ് വെക്കുന്ന എല്ലാത്തിനും കണ്ണ് പൊട്ടിപ്പോട്ടെ. ഗൈസ്, നമ്മള് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കമോൺ, ഇവിടെ ഫാനുണ്ട്, എല്ലാം ഉണ്ട്. ഇത് മറ്റേ പ്യൂരിഫയർ ഉണ്ട്. പ്യൂരിഫയർ അല്ലേ? അതെ. വാവ്, ഫ്രീസർ ഉണ്ട്, മിക്സി, മറ്റേ 20 ഇങ്ങട്ടാ പിന്നെ മറ്റേ അതേതിന് വെച്ച് മരുമകൻ അമ്മായി നമുക്ക് വേണ്ടി എയർ ഫ്രയർ. ആക്ച്വലി അമ്മ എന്തായാലും സർപ്രൈസ് ആവും. ബിക്കോസ് അമ്മ ഒരിക്കലും പ്രതീക്ഷിക്കില്ല 2 മൊണ്ണകളെ കൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യു ഹാവ് ടു മേക്ക് യുവർ പാരൻസ് ഹാപ്പി. അതിനിപ്പോൾ നിങ്ങൾ ചിലപ്പം ഈ എയർ ഫ്രയർ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ ഫോൺ വാങ്ങിക്കൊടുക്കണം, സോഡാ മേക്കർ വാങ്ങിക്കൊടുക്കണം എന്നല്ല. ഇനിയിപ്പോൾ ഒരു മുട്ടായി ആണെന്നുണ്ടെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബി ഹാപ്പി. ഇപ്പം ഞാനെല്ലാം ഫസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം എനിക്കൊന്ന് ടോപ്പ് ഞാനൊരു ടോപ്പ് വാങ്ങിക്കൊടുത്തത്. അതെല്ലാവർക്കും ഇപ്പം ഞങ്ങൾക്ക് ഒരമ്മയല്ല 3 അമ്മമാരുണ്ട്, അമ്മമ്മേനെയും കൂടെ 4 അമ്മമാരുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവർക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒക്കെ ഭയങ്കര കാര്യത. അത് അത് നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായാലും അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കും. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീം ഒഴിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കാര്യമായിരിക്കും. അത് നമ്മളെ വീട്ടില് പിന്നെ നമ്മളെ വേറൊരു ബ്ലെസ്സിംഗ് ആണ് ഉണ്ണിയേട്ടൻ. ഹലോ ഗായ്സ്, ബാ എല്ലാരും ബാ, എനിക്ക് ഇഷ്ടം. എന്താ പില്ലറാണ് കണ്ടത്. അടുത്തൂടെ ചവിട്ടി തുറക്കുന്ന ഫ്രിഡ്ജ് ഉണ്ടോ നമുക്ക് നോക്കാം. ഞാൻ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ നമ്മളറിയാത്തുണ്ട്. പറഞ്ഞതായിട്ട് താഴെ പോയി ഇവിടെ ചവിട്ടിയാൽ ഇവർ നമ്മളെ ചവിട്ടും ഗൈസ്. നമ്മള് അമ്മക്ക് എയർ ഫ്രയർ വാങ്ങിയപ്പോ വൈറ്റ് മാർട്ടിന് നമുക്ക് എന്താ കിട്ടിയെന്ന് പറഞ്ഞാൽ പോപ്പർ കിട്ടി. ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോപ്പർ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂപ്പൺ ഉണ്ടാവും. 4 കൂപ്പൺസ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് 1 വന്നിട്ട് ഗോൾഡ് കോയിൻ ആണ് ഗൈസ്. പിന്നെ ദെൻ സെക്കൻഡ് വന്നിട്ട് ബാഗ്, തേർഡ് കെറ്റിൽ, ഫോർത്ത് വൺ 5 ഉണ്ട്. 4th വൺ നമുക്ക് കിട്ടിയ തവ, 5th വൺ വരുന്നത് 3 പീസ് ബൗളാണ് വരുന്നത്. നിങ്ങൾ വൈറ്റ് മാർട്ടിൽ വന്നിട്ട് ഇയർ എൻഡിങ് സെയിലാണ് നടക്കുന്നത്. പർച്ചേസ് ചെയ്യാം. വലിയതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഫ്രിഡ്ജിലെല്ലാം ഭയങ്കര പൈസ കുറവ്. നല്ല രസമുണ്ട് എല്ലാം. കണ്ടോ, ഇതെല്ലാം നല്ല സ്പേസ് എല്ലാം ഉള്ള ഫ്രിഡ്ജ്, ഇതിനെല്ലാം ഭയങ്കര പൈസ കുറവ്. അതെ ഗൈസ്, ഈ ഒരു എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു അവസരം മാക്സിമം വീട് വെക്കുന്നവർക്കെല്ലാം മീൻസ് വീട് പണിയുന്നത് അങ്ങോട്ടുള്ള സാധനം അവർക്കെല്ലാം നല്ലതാണ്. ഇപ്പോൾ വൈറ്റ് മാർട്ടിൽ വന്നിട്ട് സാധനം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട് ആയിട്ടില്ല, പക്ഷെ ആകുമ്പോഴത്തേക്ക് ഈശ്വരാ എല്ലാം എടുക്കണല്ലോ, ഒന്നാക്കണ്ടേ. മിഷനായാലും വൈറ്റ് മാർട്ട് മാത്രമേ. പിന്നെ ഇത് നമ്മളെ എയർ ഫ്രയർ ഓവൻ
ഓവനെല്ലാം ഭയങ്കര പൈസ കുറവാണ്, പക്ഷെ നല്ല അടിപൊളി. നമ്മൾ അതിന്റെ സെക്ഷൻ കാണിച്ചു തരാം, ഓവന്റെയും നമ്മുടെ എയർ ഫ്രയറിന്റെ ഒക്കെ സെക്ഷൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി വന്നിട്ട് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV, പിന്നെ AC അതൊക്കെയാണ് വരുന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും മുകളിൽ പോവാം. നമ്മൾ എയർ ഫ്രയർ എടുത്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് ഞാനും കൂടെ പൊട്ടിച്ചാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ തവ റെഡി ആയിട്ടുണ്ട് കൈ. പിന്നെ അമ്മക്ക് ആഗ്രഹങ്ങൾ പിന്നെ തീരെ ഇല്ലല്ലോ അല്ലെ. അടുത്തൊരാഗ്രഹമാണ് ബിരിയാണി പോട്ട് അല്ലെ. ബിരിയാണി പോട്ട്. പിന്നെ പിന്നെന്നറിയോ, ഇത് മറ്റേ CID മൂസിന് മെയിൻ കൊടുത്ത അവസ്ഥയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയല്ല. പിന്നെ വെച്ചാല് നമുക്കിനി അടുത്ത മേടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മേടിക്കണം. കാരണം അച്ഛൻ സംഭവിക്കില്ല. ഫുള്ള് വാഷിംഗ് മെഷീൻ ഞങ്ങൾ മേടിക്കും. അടുത്ത് ഞാൻ എന്തായാലും നമുക്കത് മേടിച്ചു കൊടുക്കും. എന്തെങ്കിലും ആഗ്രഹമുണ്ട്? എനിക്ക് ചെറിയൊരു ആഗ്രഹമുള്ളൂ, ഞാൻ ഫോർച്യൂണർ എടുക്കണം. കഴിഞ്ഞ ദിവസം ബീച്ചോടനും രാജോടനെല്ലാം മറ്റേ കിട പറശ്ശിയിലും ആഞ്ഞു തപ്പി ചന്തയില് മൊത്തം അല്ല എന്നെ കൊണ്ട് നമ്മളിപ്പം ഞാൻ പറയില്ല, ചെരുപ്പ്, പെർഫ്യൂം അതൊക്കെ നിമേച്ചിയാണ് സ്പോൺസർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അല്ല എന്നാലും എനിക്ക് എന്തെങ്കിലും വേണ്ട, കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. ഷവർമ ഷവർമ കിട്ടുന്നു, മറ്റേ ഫ്രൈഡ് ചിക്കൻ കിട്ടുന്നു, ഐസ്ക്രീം കിട്ടുന്നു, മതി മതി. നമ്മക്ക് അങ്ങനെ വല്ലതും ആഗ്രഹിച്ചൂടെ? അയ്യോ, പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, പെൺകുട്ടികളുണ്ടെങ്കിൽ കുറെ അത് പിന്നെ അധികം ആൾക്കാരും പിന്നെ ഉള്ളൊരു ഇതാണ്, അയ്യോ 2 പെൺകുട്ടികളല്ലേ, നാളത്തേക്ക് നിങ്ങൾക്ക് ചെലവുകളാണ്, അല്ലാണ്ട് വരവൊന്നും ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു ചിന്തയുള്ള കുറേ നാറികളുണ്ട്. അല്ല ഇത് ആർക്ക് കൊണ്ടാലും ഞാനത് പറയാനുള്ള കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊണ്ടാലും എനക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. കുറേ ചെറ്റകളുണ്ട്. പിന്നെ പെൺകുട്ടികൾ അവർക്ക് ചിലപ്പോൾ ആമക്കളായിരിക്കും. പക്ഷെ പിന്നെ ഞാൻ പറയുന്നില്ല ആർക്കും കൊണ്ടാലും എനിക്ക് കഥയുള്ളതല്ല. പക്ഷെ അൽഹംദുലില്ലാ ഞങ്ങളെ കൊണ്ട് എന്താ പറയാ, നമുക്ക് കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് ഒറ്റ അനിയനേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളെല്ലാരും ജോലി ചെയ്യുന്നതാണ്. അതെ, എല്ലാരും അതെ. ഇപ്പൊ ഞങ്ങള് ചേച്ചി അവരച്ഛനമ്മക്ക് വേണ്ടി ചെയ്യുന്നതായിക്കോട്ട്, അല്ലെങ്കിൽ അമ്മമ്മക്ക് അച്ഛനോട് ചെയ്യുന്നതായിക്കോട്ടെ, ഞങ്ങൾക്കും കൂടെ പ്രൗഡ് ആവുന്ന ഒരു ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ ഓളൊരു സാധനം അല്ലെങ്കിൽ നമ്മ ഓളടുത്ത് പോയി കഴിഞ്ഞാൽ ഓള് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. എനിക്കൊന്നും ഇപ്പം ഷീസ് ഓൾസോ ആൻ ഓൺടർപ്രണർ ആണ്. ഇപ്പം നമ്മളായാലും ഇപ്പം നിമേഷി ആളൊരു ഫോട്ടോഗ്രാഫറാണ്, അമ്മു വർക്ക് ചെയ്യുന്നുണ്ട്, ഷീബ ഇസ് ഓൾസോ വർക്കിംഗ്. പിന്നെ എല്ലാവരും ഞങ്ങളിൽ എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ എല്ലാ രീതിയിലും ഞങ്ങള് വി ആർ ഇൻഡിപെൻഡന്റ് ഇനഫ്. ദൈവം സഹായിച്ചത് അച്ഛന്റെ കൃപ കൊണ്ട് നമ്മള് കൃപ കൊണ്ട് നമ്മള് അടിപൊളിയായിട്ട് പോകുന്നു. അതെ. പിന്നെ അപ്പൊ പെൺകുട്ടികൾ ഉള്ളത് ചിലപ്പോൾ ചില പാരന്റ്സ് ഭയങ്കര പ്രശ്നമായിരിക്കും. ബാക്കിയുള്ളവരെ ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ നിങ്ങൾക്ക് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്, ട്രസ്റ്റ് മീ. പിന്നെ അങ്ങനെ പെൺകുട്ടികൾ ഉള്ളത് ആൺകുട്ടികളുള്ളതൊന്നുമില്ല. നമ്മള് വിചാരിച്ചിട്ട്, കാരണം ഇപ്പൊ എന്താ പറയുക, ചില ആൾക്കാർ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറെ പെൺകുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ടൈം ഉണ്ട്, എന്തെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഡു ഫോളോ യുവർ പാഷൻസ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രൗഡ് എന്നറിയോ, നമ്മുടെ അച്ഛനും അമ്മമ്മയും നമ്മൾ ഓരോ ഗ്രോത്തും അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിനേക്കാളും വലിയൊരു ബ്ലെസ്സിങ്. ഞങ്ങൾക്ക് നമ്മള് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അതിനേക്കാളും വലിയ ഒരു സന്തോഷമാണ് ഞങ്ങളത്. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളിങ്ങനെ അഹങ്കാരമായിട്ട് പറയുന്നതല്ല, കാരണം ഞങ്ങൾ ശരിക്കും അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളത് പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. വെരി 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 ലീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളത്. ബട്ട് വി ആർ വെരി ഹാപ്പി. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങള് ബ്ലെസ്ഡ് ആണ്. അതിന്റെ കാര്യം അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റത്തോണ്ടും അല്ല കേട്ടാ, പക്ഷെ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങളിത് ചെയ്തു കൊടുക്കുന്നില്ല. അച്ഛനെങ്കിൽ അമ്മ ചോദിച്ചാലും അമ്മ എന്നല്ല, നമ്മളായാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്പിളി മാമനെ ചിലപ്പം അവിടുന്ന് ആകാശത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അച്ഛൻ അത് പിടിച്ചു തന്നേനെ. അതെ, പക്ഷെ അച്ഛൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അച്ഛനായാലും അമ്മക്കായാലും ഞങ്ങളൊരു കാര്യം ചെയ്ത് കൊടുക്കണം അവർ ആഗ്രഹിക്കുമ്പോൾ എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നവർ ഒരു കാര്യം ചെയ്തു തരാണ്ടിരുന്നിട്ടില്ല. അപ്പോൾ അതുപോലെ അവർ ആഗ്രഹിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ സാധനം എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മളെ ഒരു ആഗ്രഹം. അത് തന്നെ. ഇപ്പൊ എനിക്കായാലും ഇവക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അമ്പുടൂനായാലും
അത് ഇനിയിപ്പോ 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരു 100 രൂപ 99 രൂപ ചെലവാക്കിയിട്ട് 1 രൂപ നിങ്ങൾ എടുത്തു. യോജിക്കുന്നില്ല എന്നാ പോലും. പക്ഷെ അങ്ങനെയാണ് നമ്മള് നല്ലപോലെ ഫുഡ് കഴിക്കുക, നല്ലപോലെ ഡ്രസ്സ് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജീവിക്കുക, എന്നിട്ട് എടുത്തു വെക്കുക. അതെ, അതാണ് ഞങ്ങളെ പോളിസി. ഗൈസ് എപ്പം നിങ്ങളെങ്ങനെ 100 കിട്ടുമ്പോ 99 ചെലവാക്കണം എന്നല്ല, ഒരു 50 സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം. എപ്പ വേണമെങ്കിലും. ഗൈസ് ഇവിടെ ലോട്ട്സ് ഓഫ് ഫ്രിഡ്ജ്, ചെറിയ പൈസ ഒക്കെ ഉണ്ട്. ആക്ച്വലി അമ്മക്ക് നമ്മള് എയർ ഫ്രയർ മാത്രമല്ല സോഡ മേക്കറും കൂടി വാങ്ങുന്നുണ്ട്. അമ്മ കൊറേ മുന്നേ, ഇപ്പോഴല്ല, നിങ്ങൾ വിചാരിക്കും എന്തൊക്കെ ആഗ്രഹങ്ങൾ, പക്ഷെ പിന്നെ എന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പൊ അമ്മ കൊറേ മുമ്പ്, ഈ അടുത്തൊന്നും അല്ല മുന്നേ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സോഡ മേക്കർ വേണം എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് അച്ഛന്റെ അമ്മേന്റെ ഡേ. അതെ, മാഷാഅല്ലാ മാഷാഅല്ലാ. അതെ, ഇതോടുകൂടി നമ്മളുടെ കയ്യിൽ എന്റെ കയ്യിലുള്ളതൊക്കെ തീർന്നു കേട്ടോ. ആ അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങളുടെ. ഉണ്ണിയേട്ടാ, ലൈക്ക് ഉണ്ണിയേട്ടൻ വാസ് ബിസി ടേക്കിംഗ് വീഡിയോസ്. നമുക്ക് ഉണ്ണിയേട്ടാ അതെ, ഇല്ലേ സാരം കേട്ട തവ പോയാലെല്ലാവർക്കും സങ്കടം. എന്റെ കെട്ടിൽ പോയി പ്രാക്കോത്തിരക്കായിരിക്കും വിചാരാന്ന്. ഏറ്റവും വലിയ കോമൺ എന്നറിയോ, നമ്മ ഇവിടെ നിന്ന് നിക്കാൻ വന്ന പോലെ ഉപ്പ വെറുതെ ഇരിക്കുന്നത് നമ്മളെ നോക്കുന്നു. വന്നവർക്കൊന്നും ഇത് അറിയില്ല. നമ്മൾ വന്നവരോടൊക്കെ കോപ്പറുണ്ട് പൊട്ടിച്ചിട്ട് പോയാൽ മതി, കോപ്പറുണ്ട് പൊട്ടിച്ചിട്ട് പോയാൽ മതി. കല്യാണം വിട്ട് ഭക്ഷണം കഴിച്ചതൊക്കെ ചോദിക്കുന്നവരാണ് നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോട്. സാരംഗാട്ടിനൊപ്പം ഞങ്ങൾ സൈഡിലോട്ട് ചെന്ന് ഇനി ആരോടും പറയണ്ട പോപ്പറുണ്ടെന്ന്. കോമഡി പറഞ്ഞോണ്ട് ഞാൻ ഇപ്പുറത്തേക്കാണ്. ഞാൻ കത്തിയെടുക്കാൻ പോയതാണ്. പിന്നെ മുതലാളി കണ്ട പണിയൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ ഇത് കൺഫ്യൂസ് ചെയ്യണം. സത്യമായിട്ട് ഞാൻ കത്തിയെടുക്കാൻ പോയതാണ്. ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്തിട്ട് അമ്മ സർപ്രൈസ് ആവും നോക്കാം. സർപ്രൈസ്. ഈ ഏട്ടൻ ഒരു സാരംഗാണ്. സാരംഗേട്ടൻ എന്താ വിചാരിക്കുന്നത് വെച്ചാല് എവിടുന്നാണ് ഇതെല്ലാം കെട്ടി വന്നേ. അതും നമ്മൾ എത്ര മണിക്ക് 7:30 വന്നു. അല്ല, മണി 9:11 ഞങ്ങൾ 7:30 വന്നതാണ്. അപ്പൊ ഏതൊന്നും കൂടി ഊരിയാ നമുക്ക് സെറ്റായിക്കൂടെ? ഗൈസ്, ആക്ച്വലി ഇവിടെ സെൽഫ് സർവീസ് ഒന്നും അല്ല, നമ്മളെ അഹങ്കാരത്തിന് ചെയ്യുന്നതാണ്. സന്തോഷത്തിനല്ലോ ഉണ്ണിയേട്ടാ. ഒന്നാമത് ഷോപ്പ് അടയ്ക്കാൻ പാവന്നെ ആ പുള്ളി. വേറൊരു സാരംഗേട്ടനില്ലേ, നമ്മളെ പിന്നെ ആട്ടി ഇറക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇറക്കിയാണ്. അതില്ലാത്തോണ്ട് പാവം ഇങ്ങനെ ഇതായി പോയിട്ടാ കളയും. അത് നമ്മൾ 7 മണിക്ക് 7:30 വന്നിനി. വീട്ടിലും പോവാൻ പറ്റില്ല, ആകെ പെട്ട അവസ്ഥയാണ് പാവം. ഇനിയിപ്പോ നമ്മള് ചെലവുകൾ നോക്കണമെന്നുള്ള പേടിയുണ്ടാവും. അതെ, ഇനി നിങ്ങളെ ഞാൻ പോറ്റാൻ നോക്കേ. അല്ല, ഞാനിവിടെ ക്യാമറ എടുത്തിട്ടുള്ളത്. ചളി എറിഞ്ഞു കണ്ടത്തിലേക്ക്. ചളി ആവശ്യമുള്ളവർ ഈ ബ്ലോഗിൽ നിന്ന് വഴിച്ച് പോവാ. ഞാനിവിടെ വളരെയധികം പണി. അങ്ങനല്ല, ഞാൻ ഇത്ര നേരം വെറുതെ ഇരുന്നാ, ഇനി കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ. എനിക്ക് പോപ്പർ പൊട്ടിച്ചിട്ട് കഴിയുന്നില്ല. പണിയെടുക്കുന്നല്ലേ മനുഷ്യന്മാർ. അറ്റ് ലാസ്റ്റ് നിമ്മേച്ചി പറയുന്നു സാരംഗേട്ടൻ അത്രയും കഷ്ടപ്പെട്ടതൊക്കെ അൺപാക്ക് ചെയ്തത് കൊണ്ട് നമുക്കത് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. സോ
നല്ല മനസ്സ്. അതെ, നന്മയുള്ള ലോകമേ കൺതുറന്ന് കാണുക ഇതൊക്കെ കേൾക്കുന്ന ആ ഏട്ടൻ വിചാരിക്കുന്നത് ഇത് ഏതാ കഞ്ചാവ്. യെസ്, ഇത് ഞാൻ തലയിലൊക്കെ കേട്ടാ. തലയിലൊക്കെ തലയിൽ ചെത്തൂല, അതാ പ്രശ്നം. എന്നിട്ട് അത് ഞാൻ എടുക്കാം. ഉണ്ണേട്ടാ ഇത് നിങ്ങൾ എടുക്കണ്ടാ. ഇതോ ഉണ്ണേട്ടിൽ കാണുന്നില്ലേ അത്? ഇത് അപ്പൊ നേരെ ഓപ്പോസിറ്റ്. മൂന്ന് കെറ്റില്. ബലമായ സംശയം ഫസ്റ്റ് പ്രൈസ് ഇവരുടെ കൊടുക്കുവോ കൊടുക്കില്ലയോ എന്നുള്ളതാണ്. പിന്നെ നമ്മള് 2 സാധനം എടുത്തോണ്ട് ഇനി നമുക്ക് ഒരു പോപ്പറും കൂടി പൊട്ടിക്കാനുള്ള ഒരു അവസരം നോക്കാം. ആ പോപ്പറിൽ ഗോൾഡ് കോയിൻ ഇല്ലെങ്കിൽ ആ മനുഷ്യനെ കാണുന്നില്ല. ആ മനുഷ്യനെ നമ്മൾ വെട്ടിക്കൊല്ലുന്നതായിരിക്കും. നേരത്തെ വാങ്ങി തവ വെച്ച് നമ്മൾ തല വെച്ച് നിമേജ് ഞാൻ പോവില്ല. ആ ഒരു സാധനം അങ്ങനെയാണ്. ഞാൻ ഒരു 1000 ഇട്ട് ഉണ്ണിയോട് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ടിൽ കോപ്പിറൈറ്റ് വരും, കോപ്പിറൈറ്റ് വരും. ഞാൻ ഉണ്ണിയുടെ നിങ്ങളുടെ തലയിൽ അച്ഛൻ പൊട്ടിക്കുന്നത് പറ്റാറുണ്ട്. നിമ്മേച്ചി 2ാമത്തെ പോപ്പർ പൊട്ടിക്കാൻ പോവാണ്. ആടെ തന്നെ പൊട്ടിച്ചു നിമ്മേച്ചി. ഫുള്ള് ഇതാക്കണ്ട, ഒരു മോശമല്ലേ. അത് ഏട്ടനാക്കി തരും. സോ ഗൈസ് നമുക്ക് നോക്കാം. എനിക്ക് നിർഭാഗ്യവശാൽ എനിക്ക് ഗോൾഡ് കോയിൻ കിട്ടിയിട്ടില്ല. നമുക്ക് നിമ്മേച്ചിക്ക് ഗോൾഡ് കോയിൻ കിട്ടുമെന്നുള്ള ആത്മാർത്ഥമായ പ്രതീക്ഷയോട് കൂടി ഉണ്ണിയുടെ നിങ്ങൾ നിമ്മേച്ചി പോപ്പർ പൊട്ടിക്കുന്ന വീഡിയോ എടുക്കും. ഞാൻ ഇപ്പുറത്ത് എടുക്കാം. അത് പൊട്ടിക്കല്ല ആ മറ്റേത് ഉൾപ്പെടുത്തില്ല. മനസ്സോട് കൂടി കെറ്റിലെടുത്തിട്ട് ഗൈസ്. ഇവര് പറ്റിക്കുന്നതല്ല ഗൈസ്, കൊടുക്കുന്നുണ്ട്. എനിക്ക് തവ കിട്ടി. അതെ, യെസ്. എടുക്കും മനുഷ്യതൊക്കെ. ഗൈസ് നമ്മള് സോഡ മേക്കറും അതുപോലെ തന്നെ എയർ ഫ്രയറും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാരം കേട്ട നമ്മള് വീണ്ടും സന്ധിക്ക് വരിക. സ്റ്റോറിയും വരും, എല്ലാം വരും. ഉണ്ണിയേട്ടൻ മറ്റേ അമരേന്ദ്ര ബാഹുബലി പോലെ. അപ്പൊ ഞങ്ങൾ പോട്ടെ സാരം കേട്ടാ. ഏട്ടാ ബൈ. അപ്പൊ നമുക്ക് വാങ്ങി. അപ്പൊ ഗൈസ് നമുക്ക് വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് പിന്നെ സർപ്രൈസ് കൊടുക്കാം. ഞങ്ങളെ ഇത്രയും നേരം സഹിച്ച് സഹകരിച്ച 2 പേർക്കും നന്ദി. എന്റെ പേരിലും കമ്പനിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബൈ. ലെറ്റ്സ് ഗോ ആൻഡ് സർപ്രൈസ് പറഞ്ഞത്. അതെ, അമ്മയെ നമ്മൾ വിളിച്ചു വരുത്തി. നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം അമ്മേന്റെ റിയാക്ഷൻസും കാര്യങ്ങളും എന്താവുന്നുള്ളത്. ഉണ്ണിയേട്ടാ സമയം 10 മണി. പിന്നെ അപ്പൊ ഉണ്ണിയേട്ടാ നിങ്ങളേലേ റീലിലുള്ളത് നിങ്ങളെല്ലാം എടുക്കണം. ലെറ്റ്സ് ഗോ ആൻഡ് സീ നമുക്കിത് ഇഷ്ടാവുന്നുണ്ടോ. അല്ല, ഇഷ്ടാവും, കാരണം ആഗ്രഹിച്ച സാധനമല്ലേ. നോക്കാം എന്താവുന്നുള്ളത്. അമ്മേ പോന്നു മീനു. Come on, Suja, come on. ആദ്യം പണിയുണ്ട് ഇത് കുറെ.
അതാ കൂക്കിയത്. സൗണ്ട് പോയല്ലോ. തെറ്റിപ്പോയോ അതല്ല ഇല്ലേ വന്നിരിക്കുകയാണ്. വേറൊരു സമ്മാനം കൂടി ഉണ്ടാവും. വേറൊന്നുണ്ട്. ശരിക്കും സർപ്രൈസ് ആവുന്നത് സർപ്രൈസ് ആവും. സർപ്രൈസ് ആക്കരുത്, അറ്റാക്ക് എന്ത് അറിഞ്ഞിട്ടേ ഇല്ല. എന്നാ അവർ ഗസ് എന്തായിരിക്കും 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 പറ. ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നുന്നത്? നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടാ അല്ല എന്റെ മനസ്സിൽ നിങ്ങൾ ഇത് കൊണ്ടുവന്നോ? വേറെ സോഡിട്. അമ്മ പറയാ ഇത് വലിക്കാൻ വിചാരിക്കുന്നത്. ഗ്യാസ് ഉണ്ട് നമുക്ക് നാളെ സോഡ പറഞ്ഞ നിങ്ങള് എത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയാം. വീട്ടിൽ വൈഡില് എടുക്കേണ്ടത് അല്ലാണ്ട് എടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. അമ്മ എയർ ഫ്രയർ ഒക്കെ കിട്ടി. ഞങ്ങൾ ആ എയർ ഫ്രയറിൽ അയില, അത് എയർ ഫ്രയറിൽ മീൻ വെച്ചത് ഉണ്ണേട്ടനാണ് മീൻ വെച്ചത്. സോഡ മേക്കറിൽ സോഡ ഉണ്ടാക്കിയത് ഉണ്ണേട്ടനാണ്. യൂട്യൂബൊക്കെ നോക്കി അടിപൊളിയായിട്ട് സോഡ ഉണ്ടാക്കി, സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ രണ്ടാളാണ് ഭയങ്കര മീൻ. അതെ, ഉണ്ണിയേട്ടനും അമ്മയുമാണ്, അമ്മായിയും മരുമോനുമാണ് മീനിന്റെ ഒരു ഭ്രാന്ത്. ഇപ്പൊ നിങ്ങൾ 1 കിലോ അല്ല 10 കിലോ മീൻ കൊണ്ടു കൊടുത്താൽ രണ്ടാളും മത്സരിച്ചിട്ട് എന്റെ 10 മുള്ള് നിന്റെ 11 മുള്ള് എന്ന് പറഞ്ഞിട്ട് ഇവർ തിരുത്തുമ്പോ തീർക്കും. ആ ടീമാണ് ഇവര്. അപ്പൊ നമുക്ക് അമ്മേനോട് ചോദിക്കാം. അമ്മേ, ഹൗ യു ഫീൽ? അങ്ങനല്ല, നമ്മളിപ്പം നിങ്ങള് സർപ്രൈസ് അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ തരും? അല്ല, ഇന്ന് തരുമെന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞാണ് രണ്ടാൾക്കും പറഞ്ഞിങ്ങനെ സാധനം എനിക്ക് വേണമെന്നുള്ളത്. രണ്ടാളോടല്ല 40 ആളോട് പറഞ്ഞത്. എല്ലാരോടും അല്ല, അച്ഛനോട് പറഞ്ഞത്. അച്ഛനോട് പറഞ്ഞില്ല. പിന്നെ അപ്പൊ ആരെങ്കിലൊക്കെ ആയിരുന്നു നടത്തി തരണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ കിട്ടും ഗൈസ്, കിട്ടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നടുവിലിരിക്കുന്നത്. പിന്നെന്താ പറയല്ലേ, വി റിയലി വിഷ് ദാറ്റ് ഈ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും അവര് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതെ, ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റട്ടെ. ഇഷ്ടമുള്ളതൊന്നല്ല, അതെ, ഇഷ്ടമുള്ള സാധനങ്ങള് നമ്മള് പിന്നെ സഹായിക്കുമ്പോ എല്ലാവരും സഹായിക്കുന്നുണ്ട്. അങ്ങനെ മേടിനാക്കുന്നല്ല, വലിയ വലിയ സാധനം നല്ല ചെറിയ ചെറിയ സാധനങ്ങളായാലും മേടിച്ചു കൊടുക്കുക. നമ്മള് ചെറുതുനിന്ന് തുടങ്ങിയാണ് എടുത്തത്. ഇനി തോന്നുന്നില്ല മുള്ളുണ്ടായും അതെന്നാ തൊണ്ട കൊടുങ്ങി നിങ്ങളെ കൊണ്ട് പറ്റ എയർ ഫ്രയറും സോഡ മേക്കറും എല്ലാരും വാങ്ങി കൊടുക്കണമെന്നല്ല, നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത്. നമ്മളെല്ലാം ആദ്യമേ പിന്നെ ഇതുപോലെ ഒന്നും അല്ലായിരുന്നു. നമ്മള് കുഞ്ഞു കുഞ്ഞു സാധനങ്ങള്, തയ്യൽ മിഷൻ, ടോപ്പ്, ഡ്രസ്സുകള്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങള്, പിന്നെ ചെരുപ്പ്, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു വാങ്ങിക്കൊടുത്തോണ്ട്. മീശ ഉള്ളതുകൊണ്ട് ചെറിയ പൈസക്കെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റി. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മള്. നിങ്ങള് എന്താ പറയാ, ട്രൈ ചെയ്യുക. ട്രൈ കണ്ടപ്പോൾ വീണു. ഓക്കെ, നമ്മള് സോഡ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ അടിപൊളി സോഡയാണ്, അതിന്റെ ക്രെഡിറ്റ് ഉണ്ണിയായിട്ട് പോകുന്നു. അതെ, പിന്നെ ഇനി ഇതുപോലുള്ള നല്ല നല്ല വ്ളോഗുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നല്ല നല്ല ഗിഫ്റ്റുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങൾ കട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ദൈവം അവരവരെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങളും
ഓപ്പർച്യൂണിറ്റി ഇല്ല, അവസരം എനക്ക് പ്രാന്തോ ഉണ്ടാക്കട്ടെ. ഞാൻ മറ്റേ ഇതെല്ലാം പറയുന്ന പോലെ അല്ലേ. വി ആർ വെരി 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 ഹാപ്പി. കുറെ പേര് വീഡിയോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദാറ്റ് ഐ എം ബ്ലെസ്ഡ് വിത്ത് വെരി ലവിങ് ഫാമിലി. യെസ്, വി ആർ സോ ബ്ലെസ്ഡ്. അത്ര തന്നെയായിരുന്നു. ഞാൻ ഇത്ര കളിച്ചാൽ പോരെ, ഇത്ര കളിച്ചാൽ മതി. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ബൈ ബൈ ബൈ.